ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ യൂസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ച് ഞാൻ ഇറങ്ങി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, എനിക്ക് അറിയുന്നൊരു ചേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരെ ആളുടെ വീട്ടിലെത്തി. ഡോറ് തുറന്നപ്പോൾ തന്നെ ഒരു പല്ല് ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ വണ്ടി കുറച്ചധികം ദിവസം നിർത്തിയിട്ടേക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ ഡോറൊക്കെ തുറന്ന് നോക്കുക. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആളെ ഹോസ്പിറ്റലാക്കിയിട്ട് ഇപ്പോൾ പാർക്കിങ്ങിലേക്ക് വന്നേക്കാണ്. അപ്പോൾ എനിക്ക് പാർക്കിംഗ് കിട്ടിയിട്ടായിരുന്നു, വളരെ ദൂരെയാണ്, നമുക്ക് ദൂരെ ഹോസ്പിറ്റൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാടധികം വണ്ടികൾക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ആൾക്കുള്ള മരുന്ന് എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ കാണുന്നത് സർജറി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന സുശ്രുതാചാര്യൻ്റെ സ്റ്റാച്ചു ആണ്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ അമൃതാനന്ദമയുടെ ഫോട്ടോസും അതുപോലെ തന്നെ ബുക്ക്, അതിന് ഒരുപാട് മാല കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒട്ടുമിക്ക എല്ലാ വിഭാഗത്തിന്റെയും OP വരുന്നത്. ഡോക്ടറെ കാണാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം 2 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ആകെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാൻഡ്വിച്ചും കോഫിയും പിന്നെ വിശപ്പും മാറാത്ത ഒരു പഴംപൊരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി പഴംപൊരിയായിരുന്നേ. അപ്പോൾ ഇതാ ഈ ചേട്ടനെയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു അറിയുന്നൊരു ചേട്ടനാണ്. അതിനുശേഷം ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോണിന്റെ ചാർജർ പിടിക്കാനായിട്ടാണ്. ചാർജർ നമ്മൾ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയായ കാരണം ഓട്ടോ വിളിച്ച് പോവാണ്. ചാർജർ മേടിക്കാനുള്ള കട ഹോസ്പിറ്റലിൻ്റെ പുറത്ത് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. അതിനുശേഷം രാത്രി ഞാൻ ഡിന്നർ കഴിക്കാനായിട്ട് ഈ ഒരു ക്യാൻറ്റീനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഫുഡുകളാണ് ഇവിടെ വരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു വന്നപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസുമാണ്. ക്യാൻറ്റീനിലെത്തി ഫുഡ് കിട്ടാനായിട്ട് ഏകദേശം 1 മണിക്കൂറിനടുത്ത് സമയം എടുത്തു. നല്ല തിരക്ക് കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം ഫുഡാണ് അവിടുത്തെ. എനിക്ക് കഴിച്ച് തീർക്കാൻ തന്നെ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം എന്നാണ്. പക്ഷെ ഞാൻ അപ്പുറത്തൊക്കെ നോക്കുമ്പോൾ അപ്പുറത്തുള്ളവരും ഇതുപോലെ പകുതി ഫുഡൊക്കെ ബാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു ഗസ്റ്റ് ഹൗസിലാണ് രാത്രി റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പേഷ്യൻറ്റിൻ്റെ ഒപ്പം വരികയാണെന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡർക്ക് നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് തൊട്ട് റൂംസ് അവൈലബിൾ ആണ്. 400 രൂപയ്ക്ക് തൊട്ട് റൂം അവൈലബിൾ ആണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഈ ഒരു വെജ് ക്യാൻറ്റീനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. മറ്റത് നോൺ വെജ് ക്യാൻറ്റീനായിരുന്നു. ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ലാത്ത ഫുഡാണ്. അപ്പോൾ ഈ ഒരു ചേട്ടനെ നമ്മൾ ബൈസ്റ്റാൻഡറായിട്ട് ഏജൻസി വഴി വിളിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ 2-3 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ എനിക്ക് തിരിച്ചു വരേണ്ട കാരണം നമ്മൾ ഏജൻസി വഴി പുള്ളിക്കാരനെ ഹയർ ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ഇൻഷുറൻസിൻ്റെ കാര്യത്തിനായിട്ട് ഈ ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ മെയിൻ ബിൽഡിങ്ങിൽ തന്നെ ഏറ്റവും താഴെയാണ് വരുന്നത്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യത്തിനായിട്ട് വരുമ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ടുവരാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.